ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യണ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ സിങ്കൊക്കെ ചില സമയങ്ങളിൽ നിറയെ കുപ്പയൊക്കെ കയറിയിട്ടില്ലെങ്കിൽ സബീനയുടെ പൊടിയോ അല്ല വേറെ എന്തെങ്കിലും മീനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ചെതുമ്പല്ലോ എല്ലാം പോയിട്ട് അടഞ്ഞിരിക്കും, പോവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യണത് അധികം പെട്ടെന്ന് അടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അരിപ്പയാണ്. ഇത് നല്ല ചെറിയ അരിപ്പയാണ്. ഇതിലൂടെ ചെറിയ ഏതോ കണ്ടില്ലേ, ചെറിയ ആട പോലത്തെ സാധനങ്ങളായിരിക്കും പോവില്ല. അപ്പോൾ അത് പെട്ടെന്ന് അടയില്ല. അപ്പോൾ നമ്മൾ ഇതൊന്നും എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് കിട്ടില്ല. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട് ഇത്, ഇങ്ങനത്തെ ഈ അരിപ്പ. ചെറിയ കണ്ണാണ്, അതിനൊന്നുമേ ഇല്ല, വെള്ളം മാത്രമേ പോവുള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇപ്പോൾ അടയുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പൗഡർ വാങ്ങിയിട്ട് നമ്മളത് വെള്ളം നനയാതെ അതിലിട്ട് വയ്ക്കണം. ഒരു അരമണിക്കൂർ. അപ്പോൾ കടക്കാരൊക്കെ പറയണത് ഒരു 10 മിനിറ്റ് ഇട്ടാൽ മതി എന്നാണ് പറയണത്. നമുക്കൊരു അരമണിക്കൂർ ഇട്ട് വയ്ക്കാം. എനിക്കിപ്പോൾ എൻ്റെ സിങ്കിലും അധികം 2 സിങ്കിലും അധികം ഒന്നും അടഞ്ഞിട്ടില്ല. ഞാൻ ഇതുപോലത്തെ ഈ ഡ്രൈനർ വെച്ച കാരണം അധികം ഒന്നും അടയില്ല, നല്ല സേഫാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ ചില കുപ്പകളൊക്കെ പോവും, ചിലതൊക്കെ പോവും, നൈസായിട്ടുള്ള ചിലത് പോവും. അങ്ങനെയൊക്കെ പോയി അടയുമ്പോഴേ, അല്ലാതെ തന്നെ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഈ മീനിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചെതുമ്പൽ ഇതൊക്കെ പോയിട്ട് അടയും. അപ്പോൾ ഇത് നമുക്ക് എനിക്കിപ്പോൾ അധികം ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പാക്കറ്റ് തന്നെ 2 എണ്ണത്തിലായിട്ട് ഇടുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര അടച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പാക്കറ്റ്, ഒരു സിംഗിൾ ഒരു പാക്കറ്റ് ഇടാം. ഇതൊന്ന് ക്വിക്ക് ഡ്രെയിൻ ക്ലീനറാണ്. അതുപോലെ ഇന്നൊന്നും കൂടെ ഉണ്ട്, ഡീക്ലോഗ് എന്ന് പറഞ്ഞിട്ട്. ഇതിന് 25 രൂപയൊക്കെ ഉള്ളൂ. ഇതിന് ഒരുപാട് കാശൊന്നുമില്ല. ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഒരു അരമണിക്കൂർ ഇട്ടതിന് ശേഷം പിന്നെ കഴുകി കളഞ്ഞാൽ മതി. വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചാൽ, നല്ല തിളച്ച ചൂടുവെള്ളം കൂടെ ഒഴിച്ചാൽ അത് നന്നായിട്ട് ബ്ലോക്കെല്ലാം പോവും. നമ്മളതിൻ്റെ പ്ലംബറെ വിളിച്ച് നമ്മളത് ക്ലീൻ ചെയ്യണം, അതിൻ്റെ ട്യൂബൊക്കെ എടുത്ത് കഴുകണം. ഇങ്ങനെയൊക്കെയാണ് മുന്നേയൊക്കെ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരിത് നമ്മുടെ വീട്ടിൽ തന്നെ പ്ലംബർ തന്നെ പറഞ്ഞതാണ്. അതുപോലെ ഇങ്ങനെ ഒരു പൗഡറുണ്ട് മാഡം, നമ്മളത് വാങ്ങിയിട്ടാൽ നല്ലോണം, ഇത് കണ്ടില്ലേ, ഇതുപോലെ അതിൻ്റെ അടപ്പൊക്കെ വേഗം പോകും. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ താനേ അതെല്ലാം അലിഞ്ഞു പൊക്കോളൂ. അങ്ങനത്തെ ഒരു പൗഡറാണ്. ഞാനിപ്പോൾ ഇതിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഫസ്റ്റ് നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ട് ഒരു പഴയ ക്ലോത്ത് കൊണ്ട് നല്ലോണം വെള്ളം നനയരുത്. വെള്ളം നനഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു പോയി കളയും. അതുകൊണ്ടാണ് ഇപ്പോൾ നല്ലോണം ഒന്ന് തുടച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഫിൽറ്ററൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫിൽറ്ററിൻ്റെ വെള്ളവും അത്രയും ആ ഒരു അരമണി നേരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൽ പോവാതെ നമ്മൾ നോക്കണം. അപ്പോഴേ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒന്ന് മതി, 2ഉം കൂടെ ആവശ്യമില്ല. അപ്പോൾ എനിക്കിത് പിന്നെയും പോയി നോക്കിയപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഡീക്ലോഗിൻ്റെ വാങ്ങിയത്. ഒന്ന് ക്വിക്ക് ക്ലീൻ ഡ്രൈനറോ അല്ലെങ്കിൽ ഡീക്ലോഗോ ഏതെങ്കിലും മതി. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇതിൻ്റെ ചുറ്റും ഇതിൽ വലിയ ഹോളാണുള്ളത്. ഞാൻ അരിപ്പ, അതുകൊണ്ടാണ് ഈ അരിപ്പ ഇതിൽ യൂസ് ചെയ്തത്. ഇതെല്ലാം ഒന്ന് ഇതിൻ്റെ പുറത്തുള്ള അഴുക്ക് ഇതെല്ലാം ഇങ്ങനെ നലിഞ്ഞു പോകും. അതുപോലെ നമുക്ക് ഇതിലോട്ട് വയ്ക്കാം. ഇത് കുറേശ്ശെ ഉള്ളിലോട്ട് പോയിട്ട് അവിടെയുള്ള അഴുക്കൊക്കെ അത് ഇതെന്തോ ഒരു അസിഡിറ്റി കണ്ടൻ്റാന്ന് തോന്നുന്നുണ്ട്. നല്ല അത് ക്ലീനായിട്ട് അലിഞ്ഞു പോകും. അടഞ്ഞിരിക്കുന്ന എണ്ണ, പൗഡറിൻ്റെ പൊടികൾ, നമ്മുടെ ഫുഡിൻ്റെ ഐറ്റംസ് എല്ലാം നല്ല ക്ലീനായി അലിഞ്ഞു പോകും. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് എങ്ങനെയാണ് ഇതിൽ പ്രവർത്തിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ, ഇവിടെ കൂടെ നിറച്ച് വെളിയിലേക്ക് വരും വെള്ളം. അധികം അടഞ്ഞു കഴിയുമ്പോൾ ഇവിടെയാണ് അടയുന്നത്. അടഞ്ഞിട്ട് വെള്ളം ഇവിടെയൊക്കെ വന്ന് ഇവിടെ താഴത്തൊക്കെ നിറഞ്ഞ് പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, കുറേ കാലം കൊണ്ട് അങ്ങനെയൊന്നുമില്ല. നല്ല ക്ലീനാവുണ്ട് കിച്ചൺ സിങ്ക്. ഇത് മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യണില്ല. പിന്നെ നമ്മൾ പാത്രങ്ങൾ കഴുകുമ്പോഴത്തേക്ക് അടിക്കടി നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്ത് വിടുമല്ലോ, അത്രയേ ഉള്ളൂ. ഒരുപാട് അടയുമ്പോൾ ഇങ്ങനത്തെ
കുറച്ച് സാധനങ്ങൾ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് എപ്പോഴെങ്കിലും മന്ത്ലി ഒൺസോ മറ്റോ ഇട്ടാൽ അതിൽ അടഞ്ഞിരിക്കുന്ന ആ എണ്ണ ഒഴുക്ക് അത് ഈ പൗഡർ ഇട്ട് ഒരു 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് ആ ചൂടും അതിൻ്റെ ആ കെമിക്കൽ കണ്ടൻറ്റ് എല്ലാം കൂടെ ഉള്ളിലോട്ട് പോയിട്ട് നല്ല ഒന്ന് റിയാക്ഷൻ കൊടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഇത് കണ്ടില്ലേ, ആ വെള്ളം ഒഴിക്കുമ്പോൾ അത് കണ്ടില്ലേ പതഞ്ഞ് പറഞ്ഞിട്ടില്ലേ, ഇത് അതുപോലെ ഉള്ളിൽ പോയിട്ട് നല്ല അതിൻ്റെ ആ അഴുക്കെല്ലാം എടുക്കും. ഇനി ഇത് ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് നല്ല ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഇതിലെ അഴുക്കെല്ലാം പോയിട്ട് നല്ല ഞാനിത് അടിക്കടി കഴുകണമുണ്ട്, അതിൽ അധികം അഴുക്കൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ നല്ല അഴുക്കുണ്ടാവും. അപ്പോൾ അതൊന്നുമില്ല. നമുക്കിത് സോപ്പിൻ്റെ വെച്ച് നമുക്ക് നല്ല ഒന്ന് കഴുകാം. ഒരു ബ്ലോക്കും ഇല്ലാതെ അതിന് നല്ലോണം വെള്ളം, ഇതിൻ്റെ ഇടയിലൊന്നുമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിങ്ങിയിരിക്കും, ഒന്നുമേ ഇല്ല. ഈ പൗഡർ നമ്മൾ യൂസ് ചെയ്താൽ മതി, നല്ല ക്ലീൻ ആക്കാം. ഇതിപ്പോൾ എല്ലാ ഷോപ്പുകളിലും കിട്ടും. ഇത് നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങുമ്പോഴടുത്ത് ഈ കിച്ചൺ ക്ലീനിങ് ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങില്ലേ, അവിടെയൊക്കെ ഇതിൻ്റെ ഇപ്പോൾ പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇതൊക്കെ എല്ലായിടും ഉണ്ട്. അതുപോലെ ഇവിടെ ആ ബാക്കി ഇരിക്കുന്ന ചൂടുവെള്ളം കൊണ്ട് നമുക്ക് ഒഴിച്ചിട്ട് നല്ല ഒന്ന് ക്ലീൻ ആക്കാം. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ എല്ലാ അംശവും താഴോട്ട് പോകും. വേണ്ടില്ല, ഇങ്ങനെയാണ്. എനിക്കിപ്പോൾ അടിക്കടി ഇത് കിച്ചൺ സിങ്ക് അടയാനൊന്നുമില്ല, ഞാനിങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡസ്റ്റൊക്കെ അധികം പോയി അടയാതിരിക്കാൻ നമ്മൾ എപ്പോൾ ഇതിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇട്ടാൽ അതിൻ്റെ നമ്മുടെ ഈ വാഷ് ബേസിനൊക്കെ പെട്ടെന്ന് ഇതായി പോകും, തുരുമ്പായി പോകും. അപ്പോൾ മാസത്തിൽ ഒരിക്കൽ അപ്പോൾ ഈ അടച്ചിട്ടുള്ള ആ ഓയിലിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ പോകും. എന്നിട്ട് ഇതുപോലെ ഒരെണ്ണം കൂടെ വാങ്ങി ഉപയോഗിച്ചാൽ അധികം പെട്ടെന്ന് അടയ്ക്കില്ല. നല്ല യൂസുള്ള യൂട്ടൻസിൽസാണിത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല പളപളന്നുണ്ട്. അപ്പോൾ ഒന്നുമേ അതിൻ്റെ ഉള്ളിൽ ഒന്നുമേ ഇല്ല, എല്ലാമേ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ക്ലീനർ കിട്ടിയാൽ വാങ്ങി ഉപയോഗിക്കും. നല്ലൊരു യൂസേജാണത്. ഞാനിവിടെ യൂസ് ചെയ്യണത് കൊണ്ടാണ് ഞാനിത് വീഡിയോ ഒക്കെ ഇട്ടത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്ലീനായി. ഇല്ലാന്നുണ്ടെങ്കിൽ വൃത്തികേടായിട്ട് അങ്ങനെ ഉണ്ടാവും. നമ്മൾ ആളെ വിളിച്ച് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു ക്ലീനർ നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും അവരവരുടെ കിച്ചൺ സിങ്കും അല്ല നമ്മുടെ വാഷ് ബേസിനോ എല്ലാത്തിലും നമ്മൾ കുറച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൽ ആ പൊടിയിൽ നമ്മൾ കൈവയ്ക്കാൻ പാടില്ല. നല്ലൊരു അസിഡിറ്റി കണ്ടൻ്റ് ഉള്ളതാണ്, അതുകൊണ്ട് അതിൽ കൈവയ്ക്കരുത്. ചൂടുവെള്ളം ഒഴിച്ചത് കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ സോപ്പിട്ട് പിന്നെ അത് കഴുകി ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുമായിരിക്കും. ബൈ. ഇതല്ല, ഞാൻ ഈ ഇതിട്ടേ ഉള്ളൂ. അധികം അടപ്പുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പാക്കറ്റ്, ഒരു പാക്കറ്റ് ഫുള്ള് ഇടാം ഒരു ബേസിനിൽ. ഇപ്പോൾ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ പകുതി ഇട്ടിട്ടുള്ളൂ, ഒരു ബേസിനിൽ പകുതി ഇന്നൊന്നിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്വിക്ക് ഡ്രെയിൻ ക്ലീനറോ ഡീക്ലോവോ ഏത് വേണോ വാങ്ങാം, അത് രണ്ടും ഒരേ യൂസേജാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.